ഇന്ന് നമുക്ക് വന്നേക്കണ വണ്ടി എർട്ടിയാണ്. ബ്രേക്ക് കുറവാന്ന് പറഞ്ഞ് വന്നതാണ്. നമ്മുടെ കമ്പനിക്കാരൻ്റെ വണ്ടി തന്നെയാണ്. പുറത്താണ് നല്ല അത്യാവശ്യം നല്ല മഴയും ഉണ്ട്. അതാണ് നമുക്ക് പുറത്തിട്ട് അഴിക്കാനും പറ്റൂല. അകത്താണെങ്കിൽ വേണേണ്ട ക്ലച്ചും ടൈം ബെൽറ്റൊക്കെ അയച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് നേരെ വന്ന് ഈ എർട്ടിയിലോട്ട് കയറണതാണ്. ഇപ്പോൾ രാത്രിയും മഴയാണ്. അതാണ് നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിക്കാരുടെ വീട്ടിലോട്ട് പോകണം അഴിക്കാൻ വേണ്ടി. ഞാൻ കുറച്ച് വൈകിയായിരുന്നു. നമ്മൾ അത്യാവശ്യം കൈ കിട്ടിയിട്ട് ടൂൾസ് എടുത്ത് വണ്ടിയിലിട്ട് നമ്മൾ അപ്പം തന്നെ വണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കമ്പനിക്കാരൻ്റെ വീട്ടിലോട്ടാണ് പോകണം. അവൻ കുറച്ചൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്നാൽ മാത്രം മതി. അപ്പോൾ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പോർച്ചിൽ കാർ കിടപ്പുണ്ട്. അവൻ കാറ് മാറ്റിയിട്ടില്ല. തെണ്ടി ഒച്ചനങ്ങൾ പോലെ അനങ്ങി ഓരോ കാറൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഒരു നേരവും അതൊരു ഇഗ്നീസും ഒരു റിഡ്സും കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടി രണ്ടും മാറണം. ഇനി എന്നാലേ നമ്മൾ ഈ എർട്ടിക കയറ്റാൻ പറ്റുള്ളൂ. ഇഗ്നീസ് ഇട്ടിട്ട് മച്ചാൻ മന്ദം നടന്ന് തന്നെയാണ്. ഇപ്പം മിക്കവാറും തെറി പറയും എന്നെ. ഇപ്പം കണ്ടോട്ടെ കണ്ട ഞാൻ പറഞ്ഞില്ലേ അവൻ ഉറക്കണ തെറി പറയാൻ വേണ്ടി അത്രയാണ്. അപ്പോൾ റിഡ്സും പുറത്തോട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വണ്ടി നമ്മളെ കയറ്റും. വണ്ടിയൊക്കെ ഇടിച്ച് പൊളിക്കുന്നു. വണ്ട ബാക്കോട്ടൊക്കെ വരുന്നുണ്ട്. എടുത്തേക്ക് പുറകോട്ട്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി പോർച്ച് കയറ്റി. ഇനിയിപ്പോൾ വണ്ടി പൊക്കണം, വീലഴിക്കണം, എന്താ സംഭവങ്ങൾ ഇപ്പോൾ നോക്കണം. രാത്രിയാണ് എല്ലാ പരിപാടിയും പോകണത്. ഇപ്പോൾ ഫോണിട്ട് ഒന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണ്. മിക്കവാറും പാഡാ ഷൂ എന്തെങ്കിലുമൊക്കെ തീർന്നിട്ടുണ്ടാവും. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അബാരയുടെ ജാക്കി നല്ല സെറ്റാണ്. ടിപ്പണി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീല് കഴിച്ച് ബ്രേക്ക് പാഡ് നോക്കിയപ്പോൾ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവം തന്നെയാണ് ബ്രേക്ക് കുറവുള്ളത്. ബ്രേക്ക് പാഡ് കുറവാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് പാഡ് നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. എന്താ സംഭവം? കട തുറപ്പിക്കണം. കുറച്ചുകൂടി ഓടിയിരുന്ന ഡിസ്കും കൂടി പണി കിട്ടിയാൽ ഇത് ഓൾറെഡി നേരത്തെ പാഡ് വന്നിട്ട് ഡിസ്കിൽ ഗ്രൂസ് ഉണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ബ്രേക്ക് പാഡ് മാറണം. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ബാക്കിലും കൂടി അയച്ചിട്ടുണ്ട്. ബാക്കും കൂടി എന്തായാലും നോക്കിയേക്കാം. ബാക്കിൽ എന്താ അവസ്ഥ നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എവിടെ നാടകം അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ. ബാക്കിലും ബ്രേക്ക് ഷൂ ഇല്ല. ബാക്കിലും തീർന്നിരിക്കുക. നല്ല പറ്റൊക്കെ ഇരിക്കുകയാണ് ബ്രേക്ക് ഷൂ. ഇനിയിപ്പോൾ ബ്രേക്ക് ഷൂവും ബ്രേക്ക് പാഡും മാറണം. അതാണ് ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ട് കുറവാണെന്നുള്ളത്. വേണ്ട ഒട്ടുമില്ല ബ്രേക്ക് ഷൂ. ഈ സൈഡിൽ കുറച്ചുണ്ട്, ആ സൈഡിൽ ഒട്ടുമില്ല. പറ്റൊക്കെ ഇരിക്കണം. 4 പോലെ ഇരിക്കണം. കുറച്ചും കഴിഞ്ഞെങ്കിൽ ബാക്കിലെ ഡിസ്കും കൂടി നല്ല ഡ്രമ്മും കൂടി നല്ല സെറ്റാണ്. ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂവും മാറണം. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനകത്ത് ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂ ഒന്നും ഇവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ വണ്ടി നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചെടുക്കുകയാണ്. വണ്ടി ഇവിടെ തിരിച്ച് നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നോക്കാം, ഞായറാഴ്ച. നമുക്ക് ഞായറാഴ്ച ഉച്ചയോടെ നമുക്ക് ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂ ഒക്കെ കിട്ടി. അപ്പോൾ അപ്പോൾ ബ്രേക്ക് പാഡ് അവിടെ ഇട്ട് മാറണതാണ്. പക്ഷെ നല്ലൊരു മഴക്കോളും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സൈഡ് ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്ത് വീലൊക്കെ കറക്കി നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ ഒരു വീലിനെട്ട് എവിടെയോ ഉരുണ്ട് പോയി. ഇനിയിപ്പോൾ അത് തപ്പി കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരെ ജാക്കിയാക്കണം. ജാക്കി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ മറ്റേ സൈഡും മാറി, വേറെ പ്രശ്നമൊന്നുമില്ല. മഴ അടിക്കുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ബാക്കിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ സ്പീഡാക്കണ കാര്യങ്ങൾ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്ക് ഫ്ലൂയിഡ് അത്യാവശ്യം മോശം. നമുക്ക് ഫുള്ള് എയർ എടുത്ത് കളയാൻ ഇപ്പോൾ സമയമില്ല. അതിനിപ്പോൾ തന്നെ വണ്ടി വേണം. അപ്പോൾ പോയിട്ട് പിന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു.